സാക്ഷാൽ ഹിക്കാറു നക്കുമുറയെ പോലും ഞെട്ടിച്ച കിടിലൻ ചെസ് അറ്റാക്ക്. ഈ കളിയിൽ വൈറ്റ് കളിക്കുന്നത് ഫാബിയാനോ കരുവാനെയും ബ്ലാക്ക് കളിക്കുന്നത് ഹിക്കാറു നക്കുമുറയാണ്. ലണ്ടൻ ചെസ് ക്ലാസിക്കിൽ വെച്ചാണ് ഈ കിടിലൻ ചെസ് ഗെയിം നടന്നിരിക്കുന്നത്. ഇവിടെ ഫാബിയാനോ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് C5 കളിക്കുന്നു, സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, പോൺ D4 കളിക്കുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് C3, A6. അപ്പോൾ ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ നൈറ്റ് ഓഫ് വേരിയേഷൻ ആണ്. ബിഷപ്പ് G5 കളിക്കുന്നു. E6, പോണ് F4 കളിക്കുന്നു. പോണ് H6 കളിച്ചിട്ട് ആ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നതിന് പകരം ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് പോകുന്നു. ക്യൂൻ B6 കളിച്ചിട്ട് പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ് ബ്ലാക്ക്. ഇവിടെ ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം പോൺ A3 ആണ് ഇവിടെ വൈറ്റ് പോകുന്നത്. ഇതൊരു ട്രിക്കി മൂവ് ആണ്. ബ്ലാക്ക് ജസ്റ്റ് ബിഷപ്പ് E7 കളിക്കുകയാണ്. എന്തുകൊണ്ട് പോണിനെ എടുത്തില്ല? പോണിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൂവ് കളിക്കുന്നതോടെ നൈറ്റ് A4 കളിക്കുന്നതോടെ ക്യൂൻ ട്രാപ്പായി പോകും. ക്യൂൻ എവിടെ പോയാലും പ്രശ്നമാണ്. എല്ലാ സ്ഥലത്തും വൈറ്റിൻ്റെ പീസുകളാണ്. ഇവിടെ വൈറ്റിൻ്റെ ഈ ഒരു മൂവോടെ ബ്ലാക്കിൻ്റെ ക്യൂൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് ക്യൂൻ വെച്ചിട്ട് പോണിനെ എടുക്കുന്നില്ല, പകരം ബിഷപ്പ് E7 കളിക്കുന്നു. ഇവിടെ ബിഷപ്പിനെ F2 കൊണ്ടുവരുന്നു. അപ്പോൾ കുറച്ച് ഡിസ്കവേർഡ് അറ്റാക്കുകളാണ് പ്ലാൻ ചെയ്യണം. ബിഷപ്പ് ക്യൂന് വഴി ഇവിടെ ലൈനപ്പ് ചെയ്യുന്നു. നൈറ്റ് ടേക്സ് E6 പോലത്തെ കിടിലൻ മൂവ്സാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യൂൻ C7 കളിക്കുന്നു. ക്യൂൻ F3. അപ്പോൾ ക്യൂനെയും പുറത്തിറക്കി. രണ്ട് നൈറ്റ്, ബിഷപ്പ്, ക്യൂന് എല്ലാം പുറത്തിറങ്ങുവാണ്. നൈറ്റ് BD7. ലോങ് സൈഡ് ക്യാസിൽ ചെയ്യാണ് വൈറ്റ്. B5. അപ്പോൾ ഒരു സൈഡിലേക്ക് ക്യാസിൽ ചെയ്ത് കഴിയുമ്പോൾ നക്കമുറ തന്നെ ക്യൂൻ സൈഡിലേക്കുള്ള അറ്റാക്ക് തുടങ്ങി. G4. അപ്പോൾ ബ്ലാക്ക് ഇനി കിങ് സൈഡ് ക്യാസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് തകർക്കാനാണ് ഇങ്ങനെ ഒരു പ്ലാൻ, G4 കളിക്കുന്നത്. പക്ഷേ ഇവിടെ സർപ്രൈസിംഗ്ലി ഇവിടെ നക്കമുറ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ G5 കളിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ മൂവ് G4 പ്ലാനിന് ശേഷം റൂക്കും കൂടെ ഇവിടേക്ക് വന്നിട്ട് ഇതുപോലത്തെ പുഷ് വന്ന അറ്റാക്ക് ഭയങ്കര അധികമായി പോകും. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പോൺ G5 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. ഇവിടെ പോൺ H4. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ അത്ര താല്പര്യമില്ല. ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് സംഭവിക്കും? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നേരിട്ട് ഇവിടെ നൈറ്റ് E5 പോലത്തെ മൂവ് വരും. അപ്പോൾ ഈ ഒരു പോണിലേക്കും ഡബിൾ അറ്റാക്ക് ആവും. അപ്പോൾ നല്ലൊരു അറ്റാക്ക് ഇവിടെ ബ്ലാക്കിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് പോൺ H4 കളിച്ച് ചലഞ്ച് ചെയ്യുകയാണ്. പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ ബിഷപ്പ് ഇവിടെ E2 പോകുന്നു. എന്തായിരിക്കും ഈ ഒരു ക്യൂൻ വെച്ച് ഈ പോണിനെ എടുക്കാതിരിക്കാൻ കാരണം? എടുത്തു കഴിഞ്ഞാൽ E5 വരും, ക്യൂനിലേക്കും അറ്റാക്ക്, ഇവിടെ നൈറ്റിലേക്കും അറ്റാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പോണിന് ഈ ഒരു മൂവിന് ശേഷം ബിഷപ്പിനെ E2 കളിക്കുകയാണ് വൈറ്റ്. ഇവിടെ B4 ഒരു ഇൻട്രസ്റ്റിംഗ് മൂവാണ്. ഇവിടെ ഒരു പോണിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യാണ് ഇവിടെ നക്കമുറ. എങ്ങാനും ഇവിടെ ബാക്കിയുള്ള ഈ ഒരു B5 ഓപ്പൺ ചെയ്യാനാണ് ഇതിൻ്റെ ഐഡിയ. B5ലും അത് മാത്രമല്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പോണുകൾക്കും കൂടുതൽ ആക്ടിവിറ്റി കിട്ടും. ഇവിടെ വൈറ്റിൻ്റെ ക്യൂൻ സൈഡ് മുഴുവനായിട്ട് തകർക്കാനാണ് ബ്ലാക്കിൻ്റെ ശ്രമം. അപ്പോൾ വൈറ്റ് എങ്ങനെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഈ ഒരു നൈറ്റിനെ രക്ഷപ്പെടുത്താൻ നോക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഇവിടെ ജസ്റ്റ് ആ ഒരു പോണിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. കാരണം അത് വെട്ടിയെടുത്തില്ലെങ്കിൽ ഈ നൈറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോണിലേക്കാണ് അറ്റാക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് പോൺ വെച്ച് വെട്ടുന്നു. ഇനി എന്താണ് ബ്ലാക്കിൻ്റെ പ്ലാൻ? ബ്ലാക്ക് നൈറ്റിനെ E5 കളിച്ച് ക്യൂനിലേക്ക് ഒരു കൊട്ട് കൊടുക്കുന്നു. ക്യൂൻ വെച്ച് പോണിനെ വെട്ടുന്നു. ഇവിടെ ബ്ലാക്കിന് ഒരു കിടിലൻ കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് ഇയിലിരിക്കുന്ന നൈറ്റ് വെച്ചിട്ട് G4 പോണിനെ വെട്ടിയെടുക്കുന്നു. നോക്കുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിലൊരു മിസ്റ്റേക്കായിട്ട് തോന്നാം. കാരണം ആ ബിഷപ്പും ക്യൂനും കൂടെ ആ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പീസ് പോവുകയല്ലേ ചെയ്യണം. ജസ്റ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്താൽ പോരെ. ഗെയിമിൽ ശരിയാണ്, ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുമെന്നാണ് വൈറ്റ് ചിന്തിക്കുന്നത്. പക്ഷേ ബ്ലാക്കിന് ഇവിടെ കളിക്കാവുന്ന കിടിലൻ മൂവാണ്. നേരത്തെ കണ്ട പോലെ തന്നെ E5 എന്ന് പറഞ്ഞ കിടിലൻ മൂവാണ്. ക്യൂനിലേക്കും അറ്റാക്ക്, ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്ക്, ഇതൊന്നും അല്ലാണ്ട് ഈ ഒരു ബിഷപ്പിലേക്ക് ഡബിൾ അറ്റാക്ക്. അപ്പോൾ വൈറ്റ് എങ്ങനെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടത്? വീഡിയോ പോസ് ചെയ്തിട്ട് വൈറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ നിങ്ങൾ എഞ്ചിനിലിട്ട് നോക്കിയാലും വൈറ്റ് കളിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മൂവ് ഇത് തന്നെയാണ്. നൈറ്റിനെ രക്ഷിക്കാൻ നോക്കുമോ? ഓഫ്കോഴ്സ് ക്യൂവിനെ രക്ഷിക്കാനല്ലേ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുള്ളൂ. അത് അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പ്, ഈ ബിഷപ്പിൻ്റെ കാര്യം നോക്കണ്ടല്ലോ, കാരണം ക്യൂനിലേക്കാണ്. അപ്പോൾ ക്യൂവിനെ രക്ഷിക്കണ്ടേ? ഇവിടെ വൈറ്റ് കളിക്കുന്നത് ക്യൂവിനെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. ഒരു ക്യൂവിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യാണ് ഫാബിയാനോ.
അപ്പോൾ ക്യൂൺ ടേക്സ് നൈറ്റിന് ശേഷം അപ്പോൾ ഇനി ഈ നൈറ്റിനെ എടുക്കാൻ പോകാൻ സമയമില്ല, കാരണം ഇവിടെ റൂക്ക് ഹാങ്ങിങ് ആണ്. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് ക്യൂനിനെ എടുക്കുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? നൈറ്റ് D5 കളിച്ചിട്ട് ക്യൂനിലേക്കും ബിഷപ്പിലേക്കും നേരിട്ട് അറ്റാക്ക് നടത്തുകയാണ്. അപ്പോൾ ഇപ്പോഴും നൈറ്റിനെ എടുക്കാൻ സമയമില്ല, അതുകൊണ്ട് ബ്ലാക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് ക്യൂനിനെ ഇവിടെ D8 കളിക്കുന്നു. കാര്യം ഇവിടെ ബ്ലാക്കിന് കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ടെങ്കിലും ഇവിടെ ഈ രണ്ട് നൈറ്റും രണ്ട് ബിഷപ്പുകളും വളരെയധികം സ്ട്രോങ് ആണ്. കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ക്യൂനേക്കാളും പവർഫുൾ ആവും. നൈറ്റിനെ F5 കളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് നൈറ്റും രണ്ട് ബിഷപ്പുകളും ഇനി കറക്റ്റ് രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിന് ഒരു രക്ഷയില്ല. റൂക്ക് ഇവിടേക്ക് കളിക്കുന്നു, റൂക്ക് B8 കളിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടെ ബിഷപ്പ് B6 വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് നൈറ്റുകളും ഇവിടെ ചെസ് ബോർഡ് മുഴുവൻ വാഴും. അതുകൊണ്ടാണ് റൂക്ക് B8 കളിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് വൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്? നൈറ്റ് ടേക്സ് F6 ചെക്ക്. ഇതിൻ്റെ ഉദ്ദേശം ഈ നൈറ്റ് ഇവിടെ നിന്ന് മാറിയതോടെ ഈ ഒരു D6 പോണിലേക്ക് നൈറ്റിനും റൂക്കിനും അറ്റാക്ക് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ക്യൂൻ വെച്ചെടുക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കണ്ടിന്യൂഷൻ നൈറ്റ് വെച്ചിട്ട് ചെക്ക് കൊടുക്കുന്നതാണ്. നൈറ്റിനെ ഇവിടെ ഈ ഒരു നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു പക്ഷേ കിങ് E7 ശേഷം ഇവിടെ വൈറ്റിനൊരു കില്ലർ മൂവ് ഉണ്ട്, ബിഷപ്പ് C5. ഒരുപാട് ഡിസ്കവേർഡ് ചെക്കുകൾ ഇവിടെ വൈറ്റിന് ത്രട്ടൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഗെയിമിൽ ഫാബിയാനോ കളിക്കുന്നത് ഈ ഒരു മൂവിന് ശേഷം റൂക്ക് ടേക്സ് D6 ആണ്. ഇത് നല്ല നീക്കം തന്നെയാണ്, പക്ഷേ നൈറ്റ് വെച്ച് എടുക്കുന്ന കൂടുതൽ നല്ല നീക്കമായിരുന്നു. ഇവിടെ ബിഷപ്പ് E6 കളിക്കുന്നു. റൂക്കുകളെ തമ്മിൽ ഡബിൾ ചെയ്യുകയാണ് ഇവിടെ ഫാബിയാനോ. ബ്ലാക്ക് ഫൈനലി ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ തൽക്കാലമുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിങ് സേഫ് ആവുന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ ഒട്ടും സേഫ് അല്ല. ഇവിടെ ഫാബിയാനോ പോണ് H5 കളിക്കുന്നു. കാണുമ്പോൾ ഒരു സാധാ നീക്കമായിട്ട് തോന്നുമെങ്കിലും ആ ബിഷപ്പിനെ കൂടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ക്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് ലോക്കാക്കി ഇടുക. ഇതാണ് ഇവിടെ വൈറ്റിൻ്റെ ഐഡിയ. ബ്ലാക്ക് എന്താണ് ചെയ്യണത്? ബ്ലാക്ക് ഒരു ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കിങ് മാറണണ്ട, അതിന് പകരം മറ്റൊരു കിടിലുണ്ട്, ബിഷപ്പ് E3, ക്യൂനിലേക്ക് അറ്റാക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ഹാങ്ങിങ് അല്ലേ? ബിഷപ്പ് ഹാങ്ങിങ് ഒന്നുമല്ല. ബിഷപ്പിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് H6 ചെക്കിൽ വെറുതെ ക്യൂൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കിടിലും മൂവാണ്, ബിഷപ്പ് E3 കളിക്കുന്നു. ഇപ്പം നേരെ ക്യൂനിലേക്കാണ് പോയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യൂൻ ജസ്റ്റ് F6 കളിക്കുന്നു. അപ്പോൾ വൈറ്റിൻ്റെ പീസുകൾ ആലോചിക്കണം. ഈ നൈറ്റും രണ്ട് റൂക്കുകളും ബിഷപ്പുകളും എല്ലാം ഇനി ഈ കിങ്ങിനെതിരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ഇവിടെ. അപ്പോൾ അത് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു നൈറ്റും ഈ ഒരു ബിഷപ്പും കൂടെ H6 പോണിലേക്ക് ത്രട്ടൻ ചെയ്യുന്നുണ്ട്. നൈറ്റ് ടേക്സ് H6 ചെക്ക് വരുന്നു. ഇവിടെ കിങ് ജസ്റ്റ് G8 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ്ലി ഇവിടെ വൈറ്റിന് ജയിക്കാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പക്ഷെ ഫാബിയാനോ ഇവിടെ ജസ്റ്റ് പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ ബിഷപ്പിനെ F5 കളിക്കുകയാണ്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈൻ തന്നെയാണ്. വേണമെങ്കിൽ ഇവിടെ നൈറ്റ് ടേക്സ് F7 ചെക്ക് കളിക്കാവുന്നതാണ്. കാരണം വേറൊന്നുമല്ല, ഈ പോണായിരുന്നു ഈ ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. റൂക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ബിഷപ്പ് ടേക്സ് E6 കളിക്കാം. പിന്നെ ഈ ബിഷപ്പ് മാറിക്കഴിയുമ്പോൾ ക്യൂനിലേക്ക് ഒരുപാട് അറ്റാക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഐഡിയ. അതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നൈറ്റ് ടേക്സ് F7 കളിക്കാമായിരുന്നു. പക്ഷേ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ, ബിഷപ്പ് F5 ആണ് വൈറ്റ് കളിക്കുന്നത്. ഇവിടെ ക്യൂൻ E7 കളിക്കുന്നു. ഡിഫെൻഡ് ചെയ്യാൻ നോക്കുവാണ് ബ്ലാക്ക്. പക്ഷെ ഒരു കാര്യമില്ല, B5 ഇതൊരു കുറച്ച് റാൻഡം മൂവ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് എന്തിൻ്റെ ഐഡിയയിലാണ് ഇങ്ങനെ കളിച്ചതെന്ന് അത്ര വ്യക്തമല്ല. ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു പോണിനെ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലാക്കിന് വേറെ രീതിയിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിരിക്കണം. ഇപ്പോൾ അങ്ങനെ ഒരു മൂവിൻ്റെ ഒരു ആവശ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. നേരത്തെ കണ്ട പോലെ തന്നെ നൈറ്റ് ടേക്സ് F7 ചെക്ക് തന്നെ വിന്നിങ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടെ ക്യൂൻ വെച്ചെടുത്താലും റൂക്ക് വെച്ചെടുത്താലും സിമിലർ അവസ്ഥ തന്നെ, റൂക്ക് ടേക്സ് E6 കിടക്കും. ഇനി മാത്രമല്ല, ഇതുപോലത്തെ ചെക്കുകളും ഈ രണ്ട് റൂക്കുകളോടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഭയങ്കര അധികം വിന്നിങ് ചാൻസുകൾ ഇവിടെ വൈറ്റിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നേരെ കളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ B5 ആണ് കളിക്കുന്നത്. ഇവിടെ ക്യൂനെ E8 കളിക്കുന്നു. ഇവിടെ എന്താണ് വൈറ്റ് കളിക്കുന്നത്? ഫൈനലി നൈറ്റ് ടേക്സ് F7. ഇത് നേരത്തെ കളിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഫാബിയാനോ ഇവിടെയാണ് നൈറ്റ് F7 ചെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റൂക്ക് വെച്ചെടുക്കുന്നു. എന്തുകൊണ്ട് ബിഷപ്പ് വെച്ചെടുക്കുന്നില്ല? ബിഷപ്പ് വെച്ചെടുത്തു കഴിഞ്ഞാൽ റൂക്ക് H6 ചെക്ക് വരും. കിങ് മാറിക്കഴിയുമ്പോൾ മറ്റേ റൂക്കും കൂടെ കളിയിലേക്ക് വരും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മറച്ചു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് G6 ചെക്ക് വരും. അപ്പോൾ കിങ് മാറിക്കഴിയുമ്പോൾ ഇത് നേരെ ചെക്ക് മെയ്റ്റിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് ഇതിനെ എടുക്കാതിരുന്നത്. ഇപ്പോൾ ഈ ഒരു മൂവിന് ശേഷം റൂക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് പോകും.
ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് പോകും. ഇനി ക്യൂൻ വെച്ച് എടുത്തു കഴിഞ്ഞാലോ റൂക്ക് വെച്ചിട്ട് തന്നെ പോയിട്ട് ഇതുപോലത്തെ ചെക്ക് മേറ്റിംഗ് അറ്റാക്സ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് റൂക്ക് വെച്ച് എടുക്കുന്നത്. പക്ഷെ ഇതിലും കാര്യമൊന്നുമില്ല, ജസ്റ്റ് റൂക്ക് വെച്ച് തന്നെ വെട്ടിയെടുക്കും. ക്യൂനിലേക്ക് അറ്റാക്കാണ്. ക്യൂനിനെ ഫൈനലി വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു. ഇവിടെ കാര്യം ഇവിടെ ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാനൊക്കെയാണ് നോക്കണത്. പക്ഷെ വൈറ്റിന് ഒരു കൂസലുമില്ല, ജസ്റ്റ് റൂക്ക് H6 ചെക്ക്. ഇവിടെ ബ്ലാക്ക് റിസൈൻ ചെയ്യാണ്, കാരണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ എന്ത് കളിച്ചാലും ലൂസിങ് ആണ്. ഇപ്പോൾ ഒരു പോസിബിലിറ്റി, ഇപ്പോൾ റൂക്ക് ഇടയിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് വെച്ച റൂക്കിനെ എടുക്കുമെന്നുള്ളൂ. കിങ് ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാലോ കിങ് G8 കളിച്ചു കഴിഞ്ഞാൽ ആദ്യം കളിക്കാൻ പോകണം മറ്റേ റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരും. റൂക്ക് G1 ചെക്കാണ്. അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവിടെ റൂക്ക് G7 വേണമെങ്കിൽ കളിച്ച് നോക്കാം, പക്ഷെ കാര്യമൊന്നുമില്ല. ബിഷപ്പ് E6 ചെക്ക് വരും. അപ്പോൾ കിങ്ങിന് ഇനി ഇങ്ങോട്ടേക്ക് മാറേണ്ടി വരും. ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ റൂക്ക് H8 ചെക്ക് വരും. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റൂക്ക് ഇടയിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് പോവും. ഇനി ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാലോ ഇതും പോവും. ഒരു പക്ഷേ ഇവിടേക്ക് മാറിയെന്ന് വയ്ക്കുക. ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കാം. ഇനി കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടാൻ നോക്കിയാലോ റൂക്ക് H6 ചെക്ക് മേറ്റും കൂടെയാണ്. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ രണ്ട് സ്ക്വയറുകളും ഇവിടെ വൈറ്റിൻ്റെ പോൺ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കിടലും ചെക്ക് മേറ്റ് സംഭവിക്കും. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ആ ഒരു മൂവിന് ശേഷം റൂക്ക് H6 ചെക്കിന് ശേഷം ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി ലൂസിങ് ആണ്. ഈവൻ കിങ് G7 കളിച്ചാലും ലൂസിങ് ആണ്. സെയിം ത്രെട്ട് റൂക്ക് G1 കളിക്കും, ചെക്ക് കൊടുക്കും. നേരത്തെ കണ്ടപോലെ കിങ് F8 പോവും, റൂക്ക് H8 ചെക്ക്. കിങ് E7 പോയി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? റൂക്ക് ടേക്സ് B8 കളിക്കാം. ഇങ്ങനത്തെ ഒരു മൂവിന് ശേഷം ബിഷപ്പ് C5 ചെക്ക് വരും. അപ്പോൾ ഈ രണ്ട് ബിഷപ്പുകളും ഈ റൂക്കും വെച്ചിട്ടാണ് ഇനിയുള്ള ഗെയിം മുന്നോട്ട് പോകാൻ പോണത്. ഇവിടെ ഒരു മനോഹരമായ ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടൊക്കെ പോവാം. ഇപ്പോൾ കിങ് ഇവിടേക്ക് പോവാം, D8 പോവാം, കിങ് E8 പോവാം. കിങ് E8 കളിച്ചു കഴിഞ്ഞാലോ ദാ ഇവിടെ റൂക്ക് ജസ്റ്റ് മാറ്റാന്നേ ഉള്ളൂ, പക്ഷേ ഇത് ജസ്റ്റ് മെയ്റ്റാണ്. അപ്പോൾ അത് സംഭവിക്കും. ഇനി കിങ് D8 പോയി കഴിഞ്ഞാലോ ഇതേ ത്രെട്ടുകൾ റൂക്ക് G8 ചെക്ക്. ഇവിടെ മാറിക്കഴിയുമ്പോൾ ക്യൂനും പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ ഒരു മൂവിന് ശേഷം റൂക്ക് H6 ചെക്കിന് ശേഷം നക്കമുറ റിസൈൻ ചെയ്യണം. അപ്പോൾ ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.